നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സണെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. അവിശ്വാസം ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നത് കോറം തികയാത്ത സാഹചര്യത്തിൽ 28 അംഗ കൗൺസിലിൽ യോഗത്തിനെത്തിയത് 13 പേർ മാത്രം. കഞ്ചിക്കോട് ട്രെയിൻ തട്ടി വീണ്ടും കാട്ടാന ചരിഞ്ഞു. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം പിടിയാന ചരിഞ്ഞത് തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിച്ച്. സംഭവത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി വനം വകുപ്പ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പ്രദേശത്ത് ട്രെയിനിടിച്ച് കാട്ടാന ചെരിയുന്നത് ഇത് 2ാം തവണ. എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു കുഴഞ്ഞു വീണ് ചത്തു. ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയ പരിഷ്കാരങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ്. ഡ്രൈവിംഗ് ടെസ്റ്റ് അവതാളത്തിലാക്കിയതുൾപ്പെടെ മണ്ടൻ പരിഷ്കാരങ്ങൾ പിൻവലിക്കണം. പാലക്കാട് RT ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്വകാര്യ കുത്തകകളെ ഏൽപ്പിക്കാനുള്ള അണിയറ നീക്കമാണ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. പുനർനിർമ്മാണം നടന്ന ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ചെറുമഴയിൽ തന്നെ വെള്ളക്കെട്ട്. പല ഭാഗത്തും ചെളിവെള്ളം തളം കെട്ടിയത് യാത്രക്കാരെയും വ്യാപാരികളെയും വലച്ചു. മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമാകാൻ സാധ്യത. വെള്ളക്കെട്ട് പാതയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ആശങ്ക. വാർത്തകൾ വിശദമായി. പട്ടാമ്പി നഗരസഭയിൽ UDF കൗൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. കോറം തികയാത്തതാണ് കാരണം. അവിശ്വാസം UDFന് വലിയ നേട്ടമായി കാണുന്നുവെന്നും നഗരസഭയ്ക്കെതിരെ ഇനിയും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. പട്ടാമ്പി നഗരസഭയിലെ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് UDFിലെ 11 കൗൺസിലർമാർ ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. ഇതുപ്രകാരം ചൊവ്വാഴ്ച രാവിലെ അവിശ്വാസ പ്രമേയത്തിന്മേൽ ചർച്ച നടക്കേണ്ടതായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ MK ഉഷയുടെ സാന്നിധ്യത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്തില്ല. അംഗങ്ങളുടെ കോറം തികയാത്തതാണ് കാരണമെന്ന് MK ഉഷ പറഞ്ഞു. 28 കൗൺസിലർമാർ ഉള്ളിടത്ത് 14 അംഗങ്ങൾ വേണം അവിശ്വാസം ചർച്ച ചെയ്യാൻ. എന്നാൽ 13 കൗൺസിലർമാർ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. UDFിലെ 11 കൗൺസിലറും ഒരു BJPയും V4 പാർട്ടിയിലെ സ്വതന്ത്ര KT റുക്കിയ എന്നിവർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഭരണപക്ഷത്തെ V4 പാർട്ടി സഖ്യത്തിലെ കൗൺസിലറായ KT റുക്കിയ യോഗത്തിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. ഈ ഭരണസമിതിയെ കൂടുതൽ പ്രതീക്ഷിച്ചതാണെന്നും അതേസമയം ചെയർപേഴ്സന്റെ പ്രവർത്തനങ്ങളിൽ യോജിപ്പില്ലെന്നും സ്വതന്ത്ര നിലപാടുള്ളതുകൊണ്ടാണ് താൻ യോഗത്തിൽ പങ്കെടുത്തതെന്നും KT റുക്കിയ പ്രതികരിച്ചു. എനിക്ക് ഇതിൽ വലിയ പ്രതീക്ഷയോട് വന്നതാണ് ഈ ഭരണസമിതി. പല കാര്യത്തിലും ഉണ്ടായ നമ്മുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിയാത്തതും അതുപോലെ തന്നെ ഈ മുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ പല നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പട്ടാമ്പി പിരിച്ചു വിട്ടു എന്നും വരെ നിങ്ങൾ തന്നെയാണല്ലോ പത്രക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലുള്ള ഇത് വന്നു. അതുപോലെ തന്നെ പല പാർട്ടികളായിട്ടും ഇതുപോലെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു സ്വതന്ത്ര നിലപാടിൽ വന്നാണ്. ആ സ്വതന്ത്ര നിലപാടായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ താൻ ഇനി സ്വതന്ത്ര നിലപാടുമായി മുന്നോട്ട് പോകുമെന്നും KT റുക്കിയ വ്യക്തമാക്കി. അതേസമയം അവിശ്വാസം കൊണ്ടുവന്നത് വലിയ നേട്ടമായിട്ടാണ് UDF കാണുന്നത്. 11 അംഗങ്ങൾക്ക് പുറമെ ഒരു കൗൺസിലറെ കൂടി യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞെന്നും UDF കൗൺസിലർ CA സാജിദ് പറഞ്ഞു. നഗരസഭയ്ക്കെതിരെ ഇനിയും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും CA സാജിദ് സൂചിപ്പിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അവിശ്വാസ പ്രമേയത്തെ ഞങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിൽ വന്നതിനു ശേഷം നിരന്തരമായി ഞങ്ങൾ നടത്തിവരുന്ന സമര പോരാട്ടങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ അവിശ്വാസ പ്രമേയത്തെയും കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ വളരെ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് 11 അംഗങ്ങളായിരുന്നു ഇതുവരെ UDF പക്ഷത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്നു മുതൽ അത് 12ആയി മാറിയിരിക്കുന്നു. ഇവിടെ 12 അംഗങ്ങൾ അവിടെ ഒപ്പിട്ടിരിക്കുന്നു. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയുന്നത് 11 അംഗങ്ങളാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ഇന്ന് 13 അംഗങ്ങളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഏതായാലും അവിശ്വാസ പ്രമേയം കൊണ്ട് അതല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റം കൊണ്ട് മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നിരന്തരമായ സമര പോരാട്ടങ്ങൾക്കുള്ള തുടക്കം മാത്രമാണ് ഇത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പാലക്കാട് കഞ്ചിക്കോട് വീണ്ടും ട്രെയിൻ തട്ടി കാട്ടാന ചരിഞ്ഞു. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിച്ചാണ് 25 വയസ്സോളം പ്രായമുള്ള പിടിയാന ചരിഞ്ഞത്. സംഭവത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്ത് വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം B ലൈനിൽ ട്രാക്ക് മുറിച്ച് കിടക്കുന്നതിനിടെ
ഏകദേശം 25 വയസ്സ് പ്രായം വരുന്ന പിടിയാനയെ തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 2:30 ആന ചെരിഞ്ഞു. പാലക്കാട് കോയമ്പത്തൂർ റെയിൽവേ പാതയിൽ ട്രെയിനുകൾക്ക് വേഗ നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണം ലംഘിച്ചതാണോ അപകടത്തിലേക്ക് നയിച്ചതെന്നും ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കുമെന്നും DFO ജോസഫ് തോമസ് അറിയിച്ചു. പരിധി ലംഘിച്ചുള്ള ട്രെയിനിൻ്റെ വേഗത ഇടിയുടെ ആഘാതം കൂട്ടിയെന്നും ഇതാണ് ആനയുടെ പരിക്ക് ഗൗരവമുള്ളതാക്കിയെന്നും അധികൃതർ പറയുന്നു. ആന വീണുകിടന്നിരുന്ന പന്നിമടയിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് ജഡം പുറത്തെടുത്തത്. വനം വകുപ്പിൻ്റെ സ്ഥലത്തേക്ക് മാറ്റിയ ജഡം ഡോക്ടർ ഡേവിഡ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. കഴിഞ്ഞ 1 മാസത്തിനിടെ 2ാമത്തെ കാട്ടാനയാണ് കഞ്ചിക്കോട്ട് ട്രെയിൻ തട്ടി ചെരിയുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശു കുഴഞ്ഞു വീഴുകയായിരുന്നു. എരുമപ്പെട്ടി സ്കൈ മണ്ഡപത്തിന് പിറകുവശത്ത് താമസിക്കുന്ന അരീക്കുഴി സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശു കുഴഞ്ഞു വീഴുകയായിരുന്നു. എരുമപ്പെട്ടി വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്ന പശുവിന് രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചൂടുമൂലമുണ്ടായ നിർജ്ജലീകരണമാണ് പശു കുഴഞ്ഞു വീണ് ചാവാൻ കാരണമെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ പഞ്ചായത്തിലെ ആനക്കല് കുടിവെള്ള പദ്ധതിയുടെ തടയണ വറ്റിവരേണ്ടതോടെ കുടിവെള്ള പ്രതിസന്ധിയിൽ പ്രദേശവാസികൾ. 1-ാം വാർഡിലെ 250ഓളം വരുന്ന കുടുംബാംഗങ്ങളുടെ ഏക ആശ്രയമായിരുന്നു ഈ തടയണ. ഒരാഴ്ചയായി ജലവിതരണം നടക്കാത്തതിനാൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. കൊട്ടക്കുന്ന്, പടിപ്പുരക്കാട്, ആനക്കല്ല്, ചെവിക്കൽക്കുണ്ട്, മരുതൂർക്കുണ്ട്, നെല്ലിക്കുന്ന് തുടങ്ങിയ 250ഓളം കുടുംബങ്ങളാണ് വെള്ളമില്ലാതെ വലയുന്നത്. പലരും പണം കൊടുത്താണ് കുടിവെള്ളം എത്തിക്കുന്നത്. 2 തവണ കാഞ്ഞിരപ്പുഴ ഡാം തുറന്ന് തടയണയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നെങ്കിലും നിലവിൽ കാഞ്ഞിരപ്പുഴ ഡാമിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഒരു 100-300 കുടുംബങ്ങൾക്കുള്ള വെള്ളമാണിത്. ഇത് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ഒരു 3 പ്രാവശ്യം വെള്ളം വിട്ടുകിട്ടി. അത് ഇതുവരെയ്ക്കും ഇപ്പം താഴെയും അണക്കെട്ടിൽ വെള്ളമുണ്ട്, മുകളിലുണ്ട്, തടയണയുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് സെൻട്രലിലൊരു തടയണ കട്ട് ചെയ്തില്ല, അത് നേരെ നോക്കാത്തത് കൊണ്ട് വെള്ളം ഇല്ലാണ്ടായി. അതുകൊണ്ട് ഈ 300 കുടുംബങ്ങളും 1-ാം വാർഡിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ വേനൽ മഴ ലഭിച്ചാലേ ഇനി ആനക്കൽ തോടിലെ തടയണയിൽ വെള്ളം എത്തുകയുള്ളൂ. നിലവിൽ തോടിലെ വെള്ളം വറ്റിയതോടെ പരിസരങ്ങളിലെ കിണറുകളിലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. തടയണയിൽ വെള്ളം എത്തിക്കാനുള്ള നടപടി വേണമെന്നാവശ്യപ്പെട്ട് പദ്ധതി ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറെ നേരിൽ കണ്ടിരുന്നു. ഡാമുകളിൽ വെള്ളമില്ലെന്ന മറുപടിയാണ് കളക്ടറിൽ നിന്നും ലഭിച്ചത്. ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ മണൽച്ചാക്ക് നിരത്തിയാണ് തോടിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചിരിക്കുന്നത്. ഇതുമൂലം വെള്ളം വ്യാപകമായി പാഴായിരുന്നു. തോട്ടിൽ സ്ഥിരം തടയണ നിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനും നിവേദനം നൽകിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സ്ഥിരം തടയണ നിർമ്മിച്ച് കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഇതുപോലെ ഭീകര കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്ന് പദ്ധതി ഭാരവാഹികളായ കൺവീനർ KP ശിവദാസ്, ചെയർമാൻ സിദ്ദിഖ്, K ഷൗക്കത്ത് അലി തുടങ്ങിയവർ STV ന്യൂസിനോട് പറഞ്ഞു. തോട്ടിൽ വെള്ളം പൂർണ്ണമായി വറ്റി തീരെ വെള്ളമില്ലാതാവുകയും ഇതിന് പകരം സംവിധാനം നൽകി കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുകൊണ്ട് അത് കിണർ വഴി വിതരണം ചെയ്യുന്ന ഒരു രീതിയും നമ്മൾ അവലംബിച്ചിരുന്നു. 2 പ്രാവശ്യം അതിനെ ശ്രമിച്ചു നടന്നു. എന്നാൽ ഇപ്പോൾ കാഞ്ഞിരപ്പുഴയിൽ നിന്നും വെള്ളം ഇല്ല എന്നുള്ള അറിയിപ്പ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജലവിതരണം പൂർണ്ണമായി നിന്നിരിക്കുകയാണ്. കിണർ വറ്റി തീരെ വെള്ളമില്ല. 250ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ്. ആർക്കും കിണറുകളില്ല. അതുപോലെ തന്നെ ഈ പാറ പ്രദേശത്ത് പല വീടുകളിലും മഴക്കാലത്ത് മാത്രം വെള്ളം കിട്ടുന്ന കിണറുകളാണുള്ളത്. കിണറുകൾ പൂർണ്ണമായി വറ്റിപ്പോയി. അപ്പൊ ജലവിതരണ പദ്ധതിയിലെ വെള്ളം കിണർ വറ്റിയതോടുകൂടി ജലവിതരണ പദ്ധതി പൂർണ്ണമായി നിലച്ചൊരവസ്ഥയിലാണ്. ഞങ്ങൾ ഭാരവാഹികൾ എന്ന നിലയ്ക്ക് പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അതിന് വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും മോട്ടോർ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് സത്വരമായ നടപടി ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യമുന്നയിച്ച് പാലക്കാട് RT ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പാലക്കാട് DCC ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് പാലക്കാട് RT ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം
ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. പരിഷ്കൃതം എന്ന പേരിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഗതാഗത മന്ത്രിയും സർക്കാരും നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് ജയഘോഷ് ആരോപിച്ചു. ലൈസൻസ് ആർക്കും ലഭിക്കരുതെന്ന വാശിയാണ് സർക്കാരിനുള്ളത്. ടെസ്റ്റ് പാസ്സായ ലക്ഷക്കണക്കിന് പേർക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല. 5 ലക്ഷത്തോളം RC ബുക്കുകൾ കേരളത്തിൽ വിതരണം നടത്തുവാൻ കാത്തുകെട്ടി കിടക്കുമ്പോൾ 15 ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് വിതരണം നടത്തുവാൻ വേണ്ടി കേരളത്തിൽ കെട്ടിക്കിടക്കുന്നത്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ ഓരോ ആളുകളിൽ നിന്നും 200 സംതിങ് രൂപ ഇതിൻ്റെ മറ്റേ ലൈസൻസിൻ്റെ ചെലവുകൾക്കായി ഈടാക്കിയിട്ട് പോലും ആ പണമെടുത്ത് സർക്കാർ വകമാറ്റി ചെലവാക്കിയിട്ട് ഇവിടെ ലൈസൻസ് കൊടുക്കാൻ ഇവിടുത്തെ ഗതാഗത വകുപ്പിന് കഴിയാതെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമര പരിപാടികൾക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കുത്തകകളെ ഏൽപ്പിക്കാനുള്ള അണിയറ നീക്കമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും ജയഘോഷ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് PS വിപിൻ അധ്യക്ഷത വഹിച്ചു. ശ്രീകുമാർ, രതീഷ് പുതുശ്ശേരി, രതീഷ് തസ്രാക്ക്, സതീഷ് തിരുവാലത്തൂർ, സജീവൻ പൂവക്കോട് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ AKTA സംസ്ഥാന ട്രഷറർ G കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രസവ ധനസഹായം 15,000 രൂപ ഒറ്റ തവണയായി നൽകണമെന്നും മിനിമം പെൻഷൻ 5,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളികളുടെ റിട്ടയർമെന്റ് തുക വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ ശക്തമായ പ്രതിഷേധം കൺവെൻഷനിൽ ഉയർന്നുവന്നു. തയ്യൽ തൊഴിലാളികൾക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട പെൻഷൻ കുടിശ്ശികയില്ലാതെ മാസം തോറും വിതരണം ചെയ്യണമെന്നും സർവീസ് പെൻഷൻ അനുവദിച്ചു തരണമെന്നും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കേണ്ടത് 10 തയ്യൽക്കാരെ കണ്ടാൽ അവരുടെ പ്രകടനം കണ്ടാൽ ആവേശം മൂത്ത് പറയുന്നത് പലതും നമുക്ക് വേണ്ടി ചെയ്യാറില്ല എന്ന വസ്തുത നമ്മൾ പഠിക്കണം. ഇപ്പൊ എന്താ അവസാനമായി ചെയ്തു തീർത്തിരിക്കുന്നത്? 2020 50 രൂപ വെച്ചാണത്തെ തൊഴിലാളികളിൽ 10,000-ഓളം ആൾക്കാർക്ക് 27,000 രൂപ കിട്ടേണ്ട തൊഴിലാളികൾക്ക് 8,000-ഉം 9,000-ഉം 10,000-ഉം ഒക്കെ ആയിട്ട് വെട്ടിക്കുറച്ച് കൊടുത്തിരിക്കുന്നു. കൺവെൻഷനിൽ AKTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S സതികുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. മറ്റു ഭാരവാഹികളായ ശൈല ജോയ്, അമ്മിണി കുമാരൻ, KA ജോയ്, കൃഷ്ണൻ കപ്പ്യാരത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MT രമ്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ നന്ദി അറിയിച്ചു. 39 ഏരിയ കമ്മിറ്റിയിൽ നിന്നായി 400 പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി മേഖലയിൽ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് പതിവാകുന്നു. അകമല, കുഴിയോട് പ്രദേശത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും കാട്ടാനകൾ ഇറങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വലിയ ആശങ്കയിലും ഭീതിയിലുമാണ് ജനങ്ങൾ. അകമല, കുഴിയോട് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 5 മണിയോടെയാണ് കാട്ടാനകൾ ഈ പ്രദേശത്തിറങ്ങിയത്. വാഴകൃഷി നശിപ്പിച്ച കാട്ടാനകൾ പ്ലാവിലെ ചക്കകളും ഭക്ഷിച്ചാണ് മടങ്ങിയത്. ആന ഇറങ്ങിയതറിഞ്ഞ് ഭീതിയിലായ നാട്ടുകാർ വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ വനപാലകരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയുമാണ് ആനകളെ കാടുകയറ്റിയത്. മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ആനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുനർനിർമ്മാണം നടന്ന ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ചെറുമഴയിൽ തന്നെ വെള്ളക്കെട്ടെന്ന് പരാതി. മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമാകുമെന്ന് പ്രദേശത്തെ വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. വെള്ളക്കെട്ട് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ആക്ഷേപമുണ്ട്. പുനർനിർമ്മാണം നടന്ന പാതയിലെ ചില ഭാഗങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് ചെളിവെള്ളം തളം കെട്ടി നിൽക്കുന്നത്. രാവിലെ പെയ്ത വേനൽ മഴയിലാണ് വെള്ളക്കെട്ട്. പഴയ ഐഡിയൽ കോളേജിന് സമീപത്തെ കെട്ടിടത്തിനു മുന്നിൽ വെള്ളക്കെട്ടുണ്ട്. റേഷൻ കട പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. ചെറുവേനൽ മഴയിൽ തന്നെ വെള്ളക്കെട്ടുണ്ടായ സാഹചര്യത്തിൽ പ്രദേശത്തെ വ്യാപാരികളും യാത്രക്കാരും ആശങ്കയിലാണ്.
മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമായേക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഇന്നാകെ ചെറിയൊരു മഴ പെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കളർ ഈ കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിൽ വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടിൽ ഇപ്പോൾ റേഷൻ വാങ്ങാൻ വരുന്നവർക്കും കുറേ പേര് വരുന്നുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടാണ്. അവരുടെ ഈ കോംപ്ലക്സിലേക്ക് വരാൻ കുറേ പേര് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തൽക്കാലം ഒരു വെള്ളത്തിൽ 3 കല്ല് വെച്ചിരിക്കുകയാണ്. അത് കല്ല് കഴിഞ്ഞ് വീഴാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെറിയ മഴ പെയ്തിട്ടുള്ളൂ. ഇനി വലിയ മഴ പെയ്യുമ്പോഴേക്കും ആകെ പ്രശ്നം, കോംപ്ലക്സിലേക്ക് വെള്ളം കയറും. പാതയിൽ നിന്ന് കടകളിലേക്ക് കയറുന്ന ഭാഗത്ത് ഹോളോ ബ്രിക്സ് നിരത്തിയിട്ടിരിക്കുകയാണിപ്പോൾ. പുനർനിർമ്മിച്ച പാതയിലെ വെള്ളക്കെട്ട് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടി. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന കാടമുട്ടയിൽ കാടക്കുഞ്ഞുങ്ങളെ കണ്ട ഞെട്ടലിലാണ് വെള്ളത്തോൾ നഗർ സ്വദേശി ബാപ്പൂട്ടിയും കുടുംബവും. കഴിഞ്ഞ ദിവസം വീടിന് സമീപത്തുള്ള കടയിൽ നിന്നും വാങ്ങിയ 4ഓളം കാടമുട്ടയിലാണ് കാടക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. വീട്ടിൽ കൊണ്ടുവന്ന് വേവിച്ച ശേഷം പൊളിച്ചു നോക്കുമ്പോഴാണ് കാടക്കുഞ്ഞുങ്ങളെ ചത്ത നിലയിൽ കാണുന്നത്. തങ്ങൾ കാരണം 4 ജീവനുകൾ നഷ്ടപ്പെട്ടല്ലോ എന്ന ആശങ്കയിലാണ് കുടുംബക്കാർ. കടയിൽ നിന്ന് വാങ്ങിയ 15 മുട്ടകളിൽ വേവിക്കാനിട്ടപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് പൊളിച്ചു നോക്കിയപ്പോഴാണ് കാടക്കുഞ്ഞുങ്ങളെ കണ്ടതെന്ന് ബാപ്പൂട്ടി പറഞ്ഞു. ഞാൻ ചെറുതുരുത്തി കുളമ്പൂക്കിലുള്ള ബാപ്പൂട്ടിയാണ്. ഞാൻ ഈ കാടമുട്ട വാങ്ങിയത് കുളമ്പൂക്കിലുള്ള KPK സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ ഫാമിൽ നിന്നും ആ കടയിലേക്ക് അപ്പം ഈ കാടമുട്ട വന്നിട്ടുള്ളൂ. അപ്പം തന്നെ ഞാൻ 2 ദിവസം മുന്നെയാണ് 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കൊടുത്തിട്ട് ഇത് പുഴുങ്ങണ ടൈമിലാണ് ചൂട് തട്ടിയപ്പോൾ ഇത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചത് നമുക്കറിയില്ലായിരുന്നു. ഉപ്പ് കൂടിയിട്ടാണെന്ന് വിചാരിച്ചത്. പിന്നെയാണിത് വെന്ത് കഴിഞ്ഞിട്ട് തുറന്നു നോക്കി നമ്മൾ തുറക്കുന്ന ടൈമിലാണ് ഇതിനുള്ളിൽ 3 കാടക്കുട്ടികളെ നമ്മൾ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രാജ്യത്തിന്റെ മതേതരത്വവും ഐക്യവും വെല്ലുവിളി നേടുന്ന കാലമാണ് നിലവിലുള്ളതെന്ന് VK ശ്രീകണ്ഠൻ. മണ്ണൂർ പറയംകാട് നടന്ന കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ മണ്ണൂരിന്റെ കേരളത്തിന്റെ അല്ല, നമ്മുടെ രാജ്യം നിലനിൽക്കണോ വേണ്ടേ എന്നുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ മതേതരത്വവും നമ്മുടെ ഐക്യവും വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചേരിതിരിഞ്ഞ് വർഗീയമായി ഏറ്റുമുട്ടുക, ഒരുപാട് പേര് കൊല്ലപ്പെടുക എന്നുള്ള അതിഭീകരമായ വാർത്തകൾ ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അതിന് സത്യത്തിൽ പറഞ്ഞ പണ്ടൊക്കെ തീവ്രവാദികളും വിഘടനവാദികളും ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ആളുകൾ തന്നെ ആ ചെയ്തികൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഐക്യവും ഈ സാഹോദര്യമൊക്കെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് നമുക്ക് മാത്രമല്ല, അടുത്ത ഒരുപാട് തലമുറകൾക്ക് ഭിന്നിച്ച് ജീവിക്കേണ്ടി വരും. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് M ശിവപ്രകാശൻ അധ്യക്ഷനായി. പരിപാടിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം അന്തരിച്ച രാധാകൃഷ്ണൻ മണിയങ്കോട്, നാരായണൻകുട്ടി നായർ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD നേടിയ ഡോക്ടർ പ്രശാന്തിനെ ചടങ്ങിൽ വെച്ച് MP ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനയൻ, INTUC ജില്ലാ സെക്രട്ടറി PC പ്രീദത്ത്, PR പത്മനാഭൻ, ലീഗ് നേതാവ് VM അൻവർ സാദിഖ്, P വിജയലക്ഷ്മി, സക്കറിയ, ഡോക്ടർ പ്രശാന്ത്, PK അശ്വജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മഴ പെയ്യാനായ തൃശ്ശൂരിൽ പ്രത്യേക പൂജ. തൃശ്ശൂർ പഴയ നടക്കാവ് ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വരുണജപം പൂജ നടത്തിയത്. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ 4 മണിയോടെയാണ് പൂജ ആരംഭിച്ചത്. വരുണ ഭഗവാനെ പ്രീതിപ്പെടുത്തി മഴ പെയ്യിക്കാൻ ഭക്തജന കൂട്ടായ്മയാണ് ജപം സംഘടിപ്പിച്ചത്. കേരളത്തിൽ മഴ കുറയുകയും ചൂട് അസഹനീയമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പൂജ സംഘടിപ്പിക്കാൻ ഭക്തജനങ്ങൾ തീരുമാനിച്ചത്. ദേവന 1000 കുടം ജലധാരയും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഋഷഭന 108 കുടം ജല അഭിഷേകവും വടക്കുന്നാഥന് പ്രത്യേക ശംഖാഭിഷേകവും പൂജയുടെ ഭാഗമാണ്. മഴയുടെ കുറവ് മൂലം നമ്മളിവിടെ ഈ അമ്പലത്തിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അതിന് പുരാതനമായിട്ടൊരു കാര്യപദ്ധതി കാരണന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ ഒരു 1000 കുടം സഹസ്രകലശാഭിഷേകം ചെയ്ത് അതിൻ്റെ ശിഷ്ടജലം കൊണ്ട് അവിടുത്തെ വരുണൻ്റെ വലിക്കല് അതിനെ മൂടുക എന്നാണ് പറയുക. അതൊരു പഞ്ചരം വെച്ച് അതിൻ്റെ ഉള്ളിൽ ജലം നിറച്ച് അതിൽ വിശേഷ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ, പർജന്യ സൂക്തം, പിന്നെ ആവാഹന്തി യജുർവേദത്തിലത്തെ മന്ത്രങ്ങൾ, പഞ്ചവാരുണ മന്ത്രങ്ങൾ,
ഇതൊക്കെ ജപിക്കുകയാണ് അതിനുള്ള ഒരു പ്രതിവിധിയായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. 40 വർഷം മുമ്പാണ് സമാനമായ രീതിയിൽ പൂജ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാടാനംകുറിശി പോർക്കാട്ടുപറമ്പ് യുവശക്തി പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് ഫെസ്റ്റ് കലാസന്ധ്യ സംഘടിപ്പിച്ചു. കലാസന്ധ്യ 9ാം വാർഡംഗം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ, ഹരികൃഷ്ണൻ, അജു, അജിത് കുമാർ, രമേശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സണെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. അവിശ്വാസം ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നത് കോറം തികയാത്ത സാഹചര്യത്തിൽ. 28 അംഗ കൗൺസിലിൽ യോഗത്തിനെത്തിയത് 13 പേർ മാത്രം. കഞ്ചിക്കോട് ട്രെയിൻ തട്ടി വീണ്ടും കാട്ടാന ചരിഞ്ഞു. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം പിടിയാന ചരിഞ്ഞത് തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിച്ച്. സംഭവത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി വനം വകുപ്പ്. കഴിഞ്ഞ 1 മാസത്തിനിടെ പ്രദേശത്ത് ട്രെയിനിടിച്ച് കാട്ടാന ചെരിയുന്നത് ഇത് 2ാം തവണ. എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു കുഴഞ്ഞു വീണ് ചത്തു. ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയ പരിഷ്കാരങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ്. ഡ്രൈവിംഗ് ടെസ്റ്റ് അവതാളത്തിലാക്കിയതുൾപ്പെടെ മണ്ടൻ പരിഷ്കാരങ്ങൾ പിൻവലിക്കണം. പാലക്കാട് RT ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്വകാര്യ കുത്തകകളെ ഏൽപ്പിക്കാനുള്ള അണിയറ നീക്കമാണ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. പുനർനിർമ്മാണം നടന്ന ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ചെറുമഴയിൽ തന്നെ വെള്ളക്കെട്ട്. പല ഭാഗത്തും ചെളിവെള്ളം തളം കെട്ടിയത് യാത്രക്കാരെയും വ്യാപാരികളെയും വലച്ചു. മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമാകാൻ സാധ്യത. വെള്ളക്കെട്ട് പാതയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ആശങ്ക. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.